ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇത് നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് 2 പാർട്ടാക്കി ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളെ പറ്റിയാണല്ലേ പറഞ്ഞത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും അതുപോലെ റേറ്റ് വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം അതാരൊക്കെയാണ് നടപ്പിലാക്കിയതെന്നും അതിന്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്കു പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി പണമിടപാടുകാരിൽ നിന്നൊക്കെ പണം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. ഇതുപോലും കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്നാണ് പറയുന്നത്. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്നാണോ പറയുന്നത്. ഇനി കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തൂകൽ, ഭക്ഷ്യ എണ്ണ എന്നിവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ഇതൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി നയത്തിന്റെ അനന്തരഫലങ്ങളാണ് കേട്ടോ. അടുത്ത ഹെഡിംഗ് ആണ് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സന്യാസിമാരും പോരാളികളായപ്പോൾ 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്നു വിഷപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്നു ചീഞ്ഞുനാറി. അന്നത്തെ ബംഗാളിന്റെ അവസ്ഥയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതി എന്നുള്ളതാണ് കേട്ടോ. ചെറിയൊരു ഭാഗമാണിത്. അന്നത്തെ ബംഗാളിന്റെ ദയനീയ അവസ്ഥയാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നു. ഭവാനി പഥക്, മജ്നൂഷ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകി. അപ്പോൾ ബംഗാളിൽ ഉണ്ടായ ഒരു ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ തന്നെ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി
ഈ ഒരു കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാപത്തെ സന്യാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് അണിചേർന്നിരുന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നുണ്ട്. ഭവാനി പതക് അതുപോലെ മജ്നൂഷ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ഭവാനി പതക്കും മജ്നൂഷായും നോട്ട് ചെയ്യണം. വന്ദേ മാതരം 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. ഇതൊരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആനന്ദമഠമാണ്. 1882 ഇത് രചിച്ചത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഈ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേമാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. 1859 ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്നാണ്. അന്നപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമാണേത്? ബംഗാളിലെ നീലം കർഷക കലാപം. വർഷം നോട്ട് ചെയ്യണേ. 1859 ഇതിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങളാണ്: ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഒന്നാമത്തെ കാരണമാണ് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികളിലേക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ 1859 നീലം കർഷക കലാപം നടക്കുന്നത്. അതിൻ്റെ സാഹചര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇത് വഴി തെളിയിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. നീലം കർഷക കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും അതുപോലെ വിഷ്ണു ബിശ്വാസും. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അപ്പോൾ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അപ്പോൾ നീൽ ദർപ്പൺ രചിച്ചതാരാണ്? ദീനബന്ധു മിത്ര. നോട്ട് ചെയ്യണം കേട്ടോ. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിലെ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കാടുണർന്നപ്പോൾ. ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടി നിർത്തി. കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴ കൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. ഇത് വിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ളതിന് എടുത്തിട്ടുള്ളതാണ്. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണിവർ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്ന
ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താളുകൾ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. ഇതെല്ലാം അവരുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. അപ്പോൾ സാന്താളുകൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ 1855 സാന്താൾ കലാപം ആരംഭിച്ചത്. ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദോവിനെയും അതുപോലെ കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. 1855 സാന്താൾ കലാപം ആരംഭിച്ചത്. ആരാണ് നേതൃത്വം കൊടുത്തത്? സിദോവും അതുപോലെ കാൻഹു ആണ്. അവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. അടുത്തതാണ് ഉൽ ഗുലാൻ. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽ ഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിലും വലിയ ഇളക്കം എന്നാണ് ഉൽ ഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര ജനവിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടരാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. മുണ്ടരാജ് എന്ന് പറഞ്ഞാൽ രാജ്യമാണ്. ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് മുണ്ട കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ കലാപത്തിന്റെ മറ്റൊരു പേരാണ് ഉൽ ഗുലാൻ എന്നത്. ഇത് എവിടെയാണ് നടന്നിട്ടുള്ളത്? ഇന്നത്തെ ജാർഖണ്ഡിലാണ്. അവിടെ ഉണ്ടായിരുന്ന മുണ്ട ഗോത്ര ജനവിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടരാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ട. ഈ കലാപത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും അതുപോലെ പണമിടപാടുകാരുടെ വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവുമാണ് മുണ്ട കലാപത്തിന് പ്രധാനപ്പെട്ട കാരണം. ഇനി ബിർസ മുണ്ടയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. അപ്പോൾ 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഒരു സായുധ കലാപം ആരംഭിച്ചത്. 1899 നോട്ട് ചെയ്യണേ. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെടും. പിന്നെന്താണ്? ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. ഇനി ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായിട്ട് ആചരിക്കുന്നുണ്ട്. നവംബർ 15 ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. അതാണ് ജൻജാതീയ ഗൗരവ് ദിവസായിട്ട് ആചരിക്കുന്നത്. ജൻജാതീയ ദിവസ് എന്ന് പറഞ്ഞാൽ ഗോത്രാഭിമാന ദിനാട്ടോ. 2021 മുതലാണ് ഇന്ത്യയിൽ ഗോത്രാഭിമാന ദിനമായിട്ട് നവംബർ 15 ആചരിക്കുന്നത്. ഇനി എന്താണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നവംബർ 15 ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. ഈ ഒരു ദിവസമാണ് ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി എന്നുള്ളത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതി എന്താണ്? ആരണ്യർ അധികാർ. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബിൽ കലാപം, ഗാസി കലാപം തുടങ്ങിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. പോരാട്ടത്തിന്റെ ഗർജന എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. പോളിഗർ ആരാണ്? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന
പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. എന്താ പറഞ്ഞത്? പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. തിരുനെൽവേലിയിലെ പാഞ്ചാലംകുറിച്ചിയിലെ പോളിഗർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. അപ്പോൾ പോളിഗർ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതുപോലെ മരുത് പാണ്ഡ്യ സഹോദരന്മാരുമാട്ടോ. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലംകുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അടുത്തതാണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷുകാരുടെ കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമാണിത് ആറ്റിങ്ങൽ കലാപം. ഇനി വെല്ലൂർ കലാപ സ്മാരകത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് വെല്ലൂർ കലാപം നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അപ്പോൾ വെല്ലൂർ കലാപം നടന്നത് 1806 ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് വെല്ലൂർ കലാപാട്ടോ. സൈനിക കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. 1806 ഈ ഒരു കലാപം നടന്നത്. ഈ ഒരു കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അഞ്ചുതെങ്ങ് കോട്ടയുടെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഹെഡിംഗ് ആണ് സ്ത്രീ മുന്നേറ്റം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചിന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചിന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചിന്നമ്മ ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചിന്നമ്മ മരണപ്പെട്ടു. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചിന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അടുത്തതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്.
കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരുകിയ കടാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണിത്. എന്തിനായിരിക്കും കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലേ. ഇനി എന്താണ്, അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ ദത്താവകാശ നിരോധന നിയമവും. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനു വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിലുള്ള വ്യവസ്ഥയിൽ നാട്ടുരാജാക്കന്മാർ പാലിക്കേണ്ടിയിരുന്ന വ്യവസ്ഥകളാണിത്. അപ്പോൾ ആരാണിത് കൊണ്ടുവന്നത്? വെല്ലസ്ലി പ്രഭു ആട്ടോ. ഇനി സംഘ്യ രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം എന്നുള്ളൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭുവാണ് എന്ത് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. അടുത്താണ് ദത്താവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളില്ലാതെ ആൾമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് ഔദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിരുന്നു. അപ്പോൾ 2 നിയമങ്ങളാണ് പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദത്താവകാശ നിരോധന നിയമവും അതുപോലെ എന്താണ് സൈനിക സഹായ വ്യവസ്ഥയും. പിന്നെന്താണ് ഔദ് എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്? എന്താണ് ദുർഭരണം ആരോപിച്ചാണ് ഔദ് എന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിൻ്റെ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സൈനികർക്ക് സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചാരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബാരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ ദത്താവകാശ നിരോധന നിയമവും അല്ലാതെ ബ്രിട്ടീഷ് പടയാളികളുടെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അതൃപ്തിയും 1857 കലാപത്തിൻ്റെ മറ്റൊരു കാരണമായിരുന്നു എന്നാണ് പറഞ്ഞുള്ളത്. ഇനി ബാരക്പൂരിലെ സൈനികരായിരുന്ന മംഗൾ പാണ്ഡെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികരെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മിററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു.
സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടക്കി ഇരയാക്കി. അനേകായിരങ്ങളെ വൈമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീയായി കെട്ടിത്തൂക്കി. ഔദിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേര് സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. കൻവർ സിംഗിന്റെ കഥ നമ്മൾ കണ്ടിട്ടില്ല. ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. ഇനി അവരുടെ ചെല്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കലാപം നടന്ന സ്ഥലം, കലാപത്തിന് നേതൃത്വം നൽകിയവരും അതുപോലെ സവിശേഷതകളുമാണ്. ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനും ആയിരുന്നു. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി ഇദ്ദേഹത്തെ. ഇനി ജനറൽ ഭക്ത്ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലാട്ടോ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലാണ് ജനറൽ ഭക്ത്ഖാൻ. ഇനി താൻസീൽ റാണി ലക്ഷ്മിബായി ആണ് നേതൃത്വം കൊടുത്തത്. താൻസീലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിബായി. ഇനി കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബും മറാത്ത ഭരണാധികാരിയാണ്. ഇനിപോലെ താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ സൈനിക തലവനും അതുപോലെ ഗോറില്ല യുദ്ധമുറകൾ ഇദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തു ഈ ഒരു കലാപത്തിൽ. അതുപോലെ ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ് കേട്ടോ. ഔദിലെ ഭരണാധികാരിയാണ് ഈ ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആരയിൽ കൻവർ സിംഗ് ആണ്. അതുപോലെ ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് ആര്? കൻവർ സിംഗ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1857 കലാപത്തിൻ്റെ ചില പരിമിതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കലാപം ഉത്തരേന്ത്യയിൽ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൻകാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. എന്തൊക്കെ സ്വാധീനം ചെലുത്തി? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. 1857 കലാപവും സിനിമയും സാഹിത്യവും എന്ന് കൊടുത്തിട്ടുണ്ട്. മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രഷ് ജഗർല മുടിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് താൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാശ്വേത ദേവിയുടെ താൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കലാപം അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ ഒരു കലാപം പ്രചോദനമായി. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം നമ്മുടെ സിലബസിൽ വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, എല്ലാം സ്കിപ്പ് ചെയ്യാതെ എല്ലാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.